ധനുരാശി. ഈ രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ക്രിയേറ്റീവ് കഴിവുകൾ, കുട്ടികൾ, പ്രേമബന്ധം, സ്വന്തം സംരംഭങ്ങൾ എന്നിവയിലായിരിക്കും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക. സൂര്യൻ ഈ മേഖലയാണ് കൂടുതലായിട്ട് സ്വാധീനിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ഏറ്റവും നന്നായിട്ട് പ്രകടിപ്പിക്കാനുള്ള പല അവസരങ്ങളും നിങ്ങളെ തേടി വരും. പല വിധത്തിലുള്ള പ്രൊമോഷൻ, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ, അല്ലാതെയുള്ള നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ എന്നിവയ്ക്കുള്ള അവസരങ്ങളെല്ലാം ഈ മാസം വന്നു ചേരാം. അവയെല്ലാം നന്നായി ഉപയോഗിക്കാൻ കഴിയട്ടെ. പ്രേമബന്ധം ഈ മാസം വളരെയേറെ ശ്രദ്ധ നേടുന്നതാണ്. നിലവിലുള്ള പ്രേമബന്ധങ്ങളെ പുതിയ ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം. ഈ മേഖല കൊണ്ട് സൂചിപ്പിക്കുന്ന പ്രേമബന്ധങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ട് കാണേണ്ടതില്ല. ഒരുപക്ഷെ വൺ നൈറ്റ് സ്റ്റാൻഡുകളാകാം, ഡേറ്റിംഗ് ആകാം, താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥകളായിരിക്കാം. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണ്ടിവരും. പലതരം നെറ്റ്വർക്കിംഗ് അവസരങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാം. സമാന മനസ്കരായിട്ടുള്ള വ്യക്തികളെ കാണാനുള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകാം. കലാപരിപാടികൾ, സ്പോർട്സ് എന്നിവയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ, യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള പല പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കാം. പുരാതന വിഷയങ്ങൾ പഠിക്കാനുള്ള പല അവസരങ്ങൾ, പുതിയ ഗ്രൂപ്പുകളിൽ ചേരാനുള്ള അവസരവും ഈ മാസം വന്നു ചേരുന്നതാണ്. കല, ആസ്വാദനം എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമുള്ള പല അവസരങ്ങളും ഈ മാസം ഉണ്ടാകാം. രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പൂർണ്ണചന്ദ്രൻ ലോങ് ടേം ബന്ധങ്ങൾ, ഗ്രൂപ്പ് സെറ്റിംഗ്സ്, സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ, ചാരിറ്റി എന്ന മേഖലയിൽ വന്നുദിക്കും. പൂർണ്ണചന്ദ്രൻ പൂർത്തീകരണങ്ങളെയാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ ലോങ് ടേം ബന്ധങ്ങൾ അവ വ്യക്തി ജീവിതത്തിൽ നിന്നായിരിക്കാം, ഔദ്യോഗിക ജീവിതത്തിൽ നിന്നായിരിക്കാം, സാമൂഹിക ജീവിതത്തിൽ നിന്നായിരിക്കാം, പൂർത്തീകരണങ്ങൾ നേടും. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള പല അവസരങ്ങളും ഉണ്ടാകാം. ഒരു ബന്ധം അവസാനിപ്പിച്ച് പുതിയ ഒന്നിലേക്ക് നീങ്ങുന്ന അവസ്ഥയും ഈ മാസം ഉണ്ടാകാം. ലോങ് ടേം പ്രോജക്റ്റുകൾ, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നവ പൂർത്തീകരണം നേരിടാം. സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള പ്രോജക്റ്റുകൾ, കുട്ടികൾ, യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവർക്കൊപ്പം ചെയ്തിരുന്ന ജോലികൾ എന്നിവയിലും പൂർത്തീകരണം നേരിടാം. വലിയ ഗ്രൂപ്പുകൾ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നിവയിൽ നിന്നുള്ള ജോലികളും നിങ്ങൾ പൂർത്തീകരിക്കാം. അതോടൊപ്പം തന്നെ പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്താം. ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ മാസം സാധ്യമാണ്. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, ഔദ്യോഗിക ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന മേഖലയിൽ ചൊവ്വ ഈ മാസം വളരെയേറെ സ്വാധീനം ചെലുത്തുന്നതാണ്. ചൊവ്വ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ഗ്രഹമായിട്ടാണ് ജ്യോത്സ്യത്തിൽ കാണുക. അതുകൊണ്ട് നിങ്ങളുടെ സർവ്വബന്ധങ്ങളിന്മേൽ നിങ്ങളുടെ അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കമായിരിക്കും ഈ മാസം നടത്തുക. അത് കർശനമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ബന്ധങ്ങളിൽ തർക്കങ്ങളുണ്ടാകാം, പുതിയ ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളുണ്ടാകാം, പുതിയ കോൺട്രാക്റ്റുകൾ, പുതിയ ഡീലുകൾ, ജോബ് ഓഫർ, ലോങ് ടേം ജോലികൾ, ദൂരയാത്രകൾ എന്നിവ കൊണ്ട് ഈ മാസം വളരെ സംഭവബഹുലമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഏപ്രിൽ ആശംസിക്കുന്നു. മകരം രാശി. വീട്, സ്വകാര്യ ജീവിതം, മാതാപിതാക്കൾ എന്ന വിഷയങ്ങളെ സൂര്യൻ ഈ മാസം ശക്തമായിട്ട് സ്വാധീനിക്കും. സൂര്യൻ എല്ലാം തെളിയിച്ചു കാണിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ജീവിതം, വീട്, മാതാപിതാക്കൾ എന്നിവയിൽ എന്താണ് കൂടുതലായി ആവശ്യമെന്നുള്ളത് ഈ മാസം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. അവ ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റ് ഡീലായിരിക്കാം, റിപ്പയറിംഗ്, ഫിക്സിംഗ്, വീട് മാറ്റം, വീട്ടിൽ നിന്നുള്ള യാത്രകൾ, ബന്ധുക്കൾ, അവരുടെ പെരുമാറ്റം എന്ന വിഷയങ്ങളിലായിരിക്കാം. പലതരം റിയൽ എസ്റ്റേറ്റ് ഡീലുകൾക്കുള്ള അവസ്ഥയാണ് തെളിഞ്ഞു വരുന്നത്. വീട്ടിൽ നിന്നുള്ള യാത്രകൾ, വീട് മെച്ചപ്പെടുത്താനുള്ള അവസരം, നിങ്ങളുടെ സ്വകാര്യ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പല അവസരങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കാം. ബന്ധുക്കളുടെ ജീവിതത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനുള്ള പല അവസരങ്ങളും ഉണ്ടാകാം. പിതാവ്, മാതാവ് എന്നിവരോടുള്ള കൂടുതൽ സംസാരം, അവർ നിങ്ങളുടെ ജീവിതശൈലിയിൽ പ്രകടിപ്പിക്കുന്ന സംശയം എന്നിവ കൊണ്ടും ഈ മാസം വളരെ പ്രധാനമാണ്. വീടിനുള്ളിൽ പല തർക്കങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ ഒരുപക്ഷെ വരാവുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ജോലി, സമൂഹത്തിലെ മാന്യത, അധികാരികൾ എന്ന മേഖലയിൽ പൂർണ്ണചന്ദ്രൻ വന്നുദിക്കും. പൂർണ്ണചന്ദ്രൻ പൂർത്തീകരണങ്ങളെയാണ് കാണിക്കുക. അതുകൊണ്ട് ജോലിയിൽ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
പല അവസരങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ പൂർത്തീകരണം സംഭവിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആ അന്വേഷണത്തിൽ പൂർത്തീകരണങ്ങൾ ഉണ്ടാകാം. അധികാരികൾ നിങ്ങളുടെ ജോലിയെ വളരെയേറെ ശ്രദ്ധിക്കാം. സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാവുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഈ മാസം ജോലിയും വീടും തമ്മിലുള്ളൊരു ബാലൻസിങ് ആവശ്യമാകും. ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക ജോലി, ജോലിസ്ഥലം, പലതരം ബാധ്യതകൾ, ആരോഗ്യം എന്ന മേഖലയിലൂടെയാണ്. ചൊവ്വ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ളൊരു ഗ്രഹമായതുകൊണ്ട് ജോലിയിൽ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് തർക്കങ്ങളുടെ സാധ്യത അതിശക്തമാണ്. അതുകൊണ്ട് ഓഫീസ് പൊളിറ്റിക്സ്, ഓഫീസ് ഗോസിപ്സ് എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ലോവർ എംപ്ലോയീസ്, നിങ്ങൾക്ക് താഴെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നിവരുടെ പെരുമാറ്റത്തിൽ ഒരുപക്ഷെ അസഹിഷ്ണുത പ്രദർശിപ്പിക്കാവുന്ന ഒരു മാസവും കൂടിയാണ് ഏപ്രിൽ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത യാതൊരു കാര്യത്തിലും കൊണ്ട് തലയിടാതിരിക്കുക. പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം അതിശക്തമായിട്ട് തന്നെ നിങ്ങൾ തുടരുന്നതാണ്. ആരോഗ്യ സംരക്ഷണം, സൗന്ദര്യ സംരക്ഷണം എന്നിവയും പ്രധാനമാകും. പലവിധ ബാധ്യതകൾ, അവയെ സെറ്റിൽ ചെയ്യാനുള്ള കഠിന ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ മാസം ഉണ്ടാകുന്നതാണ്. ഈ മാസം നോക്കിയാൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ അർപ്പിക്കുന്ന ഒരു സമയമായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലിക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല അവസരങ്ങൾ ഈ മാസം വന്നെത്തട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു.